നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. ഞാനിത് പറയാൻ കാരണം, ഞാൻ കേരളത്തിലെ യത്തീംഖാന കൺട്രോൾ ബോർഡ് കമ്മിറ്റിയുടെ ഒരു മെമ്പറാണ്. സ്വാഭാവികമായും ആ കമ്മിറ്റി റെക്കമെൻഡേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സഹായങ്ങൾ കിട്ടുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കിയതും അതിൽ MLA-മാരെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 പ്രതിനിധികളെ കൂട്ടത്തിൽ ഒരാളായി ഞാൻ വന്നതും. മലപ്പുറം ജില്ലയിലുള്ള എല്ലാ യത്തീംഖാനകളും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളുമൊക്കെ അവരുടെ അപേക്ഷ കിട്ടുമ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളിലും ഏറെക്കുറെ ഞാൻ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിലൊക്കെയുള്ള അവിടെ താമസിക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന വൃദ്ധന്മാരെയും വൃദ്ധകളെയും ഒക്കെ നേരിൽ കണ്ട് ആശ്രയവിനിമയം നടത്തുന്ന ഒരു ചുറ്റുപാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിലുള്ളത്. ആ സ്ഥാപനത്തിൽ തരുന്ന എത്ര കുട്ടികൾ അവിടെ ഉണ്ടെന്നും അതുപോലെ എത്ര അന്തേവാസികൾ പ്രായമുള്ള ആളുകളാണെങ്കിലും അവിടെ ഉണ്ട് എന്നും അതിന് സ്വന്തമായി ബിൽഡിങ്ങുകൾ ഉണ്ടോ എന്നും അവർ കിടക്കുന്ന സ്ഥലം വളരെ നല്ല നിലയിൽ ഉണ്ടാക്കിയതാണോ എന്നും അവരുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം നല്ല നിലയിൽ ഉണ്ടാക്കിയതാണോ എന്നും വാടക കെട്ടിടമാണോ എന്നുമുള്ളതൊക്കെ ശരിക്ക് ചോദിച്ച് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഞാനിത് പറയാൻ കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി സാമ്പത്തികമായി കുറേയൊക്കെ ഉയരുമ്പോൾ സ്വന്തം വീട്ടുകാരെയും സ്വന്തം നാട്ടുകാരെയും സ്വന്തം പിതാക്കളെയും ഒക്കെ മറക്കുന്ന ഒരു ചുറ്റുപാട് പല ആളുകൾക്കുമുണ്ട്. കഴിഞ്ഞ മാസം നോൽമ്പിൻ്റെ 2 ദിവസം മുമ്പ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പിലാമന്തോൾ പഞ്ചായത്തിൽ ഒരു വൃദ്ധസദനം പരിശോധിക്കാൻ വേണ്ടി ഞാൻ പോവുകയുണ്ടായി. ഇപ്പോൾ 29 പ്രായം ചെന്ന സ്ത്രീകളാണ് അവിടെ താമസിക്കുന്നത്. എൻ്റെ ഔദ്യോഗികമായ പരിശോധനകളും അതുപോലെ തന്നെ ഔദ്യോഗികമായ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ വയസ്സായ വൃദ്ധരായ സഹോദരിമാരോട് ഞാൻ കുറച്ച് ആളുകളോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ ചോദിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഇവിടെ വരാൻ കാരണം? നിങ്ങൾക്ക് മക്കളില്ലേ? അതുപോലെ തന്നെ ഭർത്താവില്ലേ? നാട്ടിൽ നിങ്ങളെ നോക്കാൻ ആരുമില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം തന്നെ. പക്ഷേ ഒരു 5-6 ആളുകളെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഏഴാമത്തേതായി ഒരു സഹോദരിയോട്, ഒരു പ്രായമായ സഹോദരി, കണ്ണൂർക്കാരത്തിയാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കളില്ലേ എന്ന് ചോദിച്ചു.
അപ്പോൾ ആ സഹോദരി, ആ വൃദ്ധയായ സഹോദരി കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് മക്കളുണ്ട്. ഒരു മകള് അമേരിക്കയിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. ഒരു മകൻ ബഹ്റൈനിൽ ഒരു കമ്പനിയുടെ MD ആയി ജോലി നോക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഭർത്താവില്ലേ? അപ്പം എന്നോട് പറഞ്ഞു, വളരെയധികം കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭർത്താവ് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് കുവൈത്തിലാണ് എന്നും പറഞ്ഞു. ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പേങ്ങാടുള്ള സഹോദരന്മാർ നാട്ടുകാരെയും സ്വന്തക്കാരെയും കുടുംബക്കാരെയും ഒക്കെ സഹായിക്കാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും സന്നദ്ധ കാട്ടുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. ഒരു മകള് അമേരിക്കയിൽ ഡോക്ടർ, ഒരു മകൻ ഗൾഫിൽ ഒരു MD, ഭർത്താവ് അതുപോലെ തന്നെ കുവൈത്തിൽ വലിയ ബിസിനസ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ പ്രായമായ അവരുടെ തള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഈ വൃദ്ധസദനത്തിൽ വന്ന് താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാനും ചോദിച്ചത്. പക്ഷേ ഈ മക്കളും ഭർത്താവുമൊക്കെ എന്താണ് ചിന്തിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തരം വൃദ്ധസദനങ്ങളിൽ എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്ത് ഉമ്മയും ബാപ്പയും ഒക്കെ നോക്കാൻ ആളില്ലാത്ത സമയത്ത് അവരെ പരിചരിക്കാൻ ഇത്തരം വൃദ്ധസദനങ്ങൾ ആയാൽ ഉമ്മയും ബാപ്പയും ഒക്കെ സുഖമായി ജീവിച്ചു കൊള്ളും എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ നോക്കേണ്ട സമയത്ത്, അവർക്ക് നമ്മളുടെ പരിചരണം വേണമെന്ന് തോന്നുന്ന സമയത്ത് അവർക്കുള്ള പരിചരണം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു ചെല്ലുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക പടച്ചവൻ്റെ അടുത്ത് നിന്ന് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഇന്നിപ്പോൾ രോഗം ഒരുപാട് പുരോഗമിക്കുന്നു. മിനിയാന്ന് നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചു കാണും, ആദ്യമായി കേരളത്തിൽ ഒരാളുടെ ഹൃദയം എടുത്ത് മറ്റൊരാൾക്ക് ഹൃദയം ഫിറ്റ് ചെയ്ത് അത് 100% വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ കുടുംബസംഗമം ചേരുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര ആസ്പത്രിയിൽ നിന്ന് മസ്തിഷ്ക രോഗം പിടിപെട്ട് അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷം ചൂടാറുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഓപ്പറേഷൻ ചെയ്തെടുക്കുകയും എടുത്ത ഉടനെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി കേരള മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി ഒരു ഫ്ലൈറ്റ് ചാട്ടാക്കി ആ ഫ്ലൈറ്റിൽ ആ ഹൃദയം ഒരു ബക്കറ്റിലാക്കി തൃശ്ശൂരിലുള്ള ആസ്പത്രിയിൽ കൊണ്ടുവന്ന് ആ ഹൃദയം മാറ്റിവെച്ച് ഇന്നിപ്പോൾ നല്ല ഗതിയിൽ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പത്രങ്ങളിൽ മനസ്സിലാക്കിയത്. ഒരു ചെറിയ സംശയം പറയുന്നുള്ളൂ, 48 മണിക്കൂർ കഴിയണം എന്നേ പറയുന്നുള്ളൂ. ആ 48 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് ലോകം. നമുക്കൊക്കെ അറിയാം, ജീവൻ എങ്ങനെയാണോ നമ്മളെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഇന്ന് കണ്ടുപിടിക്കാനുള്ളൂ. ബാക്കിയെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊരമ്പയിൽ അഹമ്മദാജി മഞ്ചേരിയിൽ വലിയ ധനാഢ്യനും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ലണ്ടനിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിലിങ്ങനെ കേൾക്കും, കൊരമ്പീരാമാജിയും അദ്ദേഹത്തിൻ്റെ മകനും തമ്മിൽ നേർക്കുനേരെ മഞ്ചേരിയിൽ നിന്ന് ലണ്ടനിലേക്ക് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ വലിയൊരു അത്ഭുതമായിട്ടത് തോന്നിയത്. ഇപ്പോൾ ആ തോന്നൽ മാറിയ കാലഘട്ടമാണ്. കാരണം നമ്മുടെ ഏതാണ്ട് എല്ലാ കുട്ടികളെടുത്തും മൊബൈലും അതിനനുസരിച്ച് സംവിധാനങ്ങളുമൊക്കെയായി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ കേരളത്തിൽ നടന്നത്.
അപ്പം അതുകൊണ്ട് അത്തരം കാലങ്ങൾ വന്ന ഈ കാലത്തൊക്കെ നമ്മുടെ മക്കളും കുടുംബങ്ങളുമൊക്കെ നാട്ടിനെയും കുടുംബങ്ങളെയും ഓർക്കുന്നത് ഏറ്റവും നല്ലതായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇതിന് ഈ KMCCൻ്റെ പ്രവർത്തകന്മാർ ഇതിന് മുന്നിട്ടിറങ്ങിയത്. ഈ KMCC എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ചില ആളുകളൊക്കെ ചിലപ്പോഴും ചില സമയങ്ങളിലൊക്കെ അതൊരു കറവപ്പശുവായി കണക്ക് കൂട്ടുന്ന ഒരു ചുറ്റുപാട് ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. കാരണം എന്തിനും അവരോട് ചോദിക്കുക, എന്തിനും അവരോട് വാങ്ങുക എന്നുള്ളത്. പക്ഷെ അതൊക്കെ ഒരു പക്ഷേ നല്ലതിനും ചീത്തക്കുമാകാം. പക്ഷേ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാണുകയും നമ്മൾ ചിന്തിക്കുകയും നമ്മളെ സുഖവും ദുഃഖവും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു KMCC അല്ലെങ്കിൽ ഒരു പ്രവാസിയെ ആണ് നമ്മളൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകന്മാരെയും, നാട്ടിലുള്ള ഇതിൻ്റെ പ്രവർത്തകന്മാരെയും, ഗൾഫിൽ പ്രവർത്തിക്കുന്ന ജോലിയെടുക്കുന്ന പ്രവർത്തകന്മാരെയും അവരുടെ ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് അവരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ അവരുടെ ഈ സൽക്കർമ്മങ്ങൾ ഗുണകരമായി അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. രണ്ട് ആശംസ പ്രസംഗങ്ങൾ കൂടിയുണ്ട്. എന്നിട്ട് മാഷ് സംസാരിക്കുന്നതാണ്. ആദ്യം വാർഡ് മെമ്പർ KT ഹൈറുന്നീസ. ഈ കുടുംബസംഗമത്തിൻ്റെ അധ്യക്ഷ KT ഷക്കീർ ബാബു, ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ നമ്മുടെ MLA അവർ, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ KMCCയുടെ കുടുംബാംഗങ്ങളാണ്. നമ്മുടെ ഈ നാട്ടിൽ നല്ലൊരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഈ KMCCയുടെ ഈ പരിപാടി ഇനിയും പരിപാടിക്ക് ഉള്ള ആളുകൾക്ക് ഇനിയും നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ നമ്മുടെ മഹലിൻ്റെ കാരണവർ കൂടിയായ K മൊയ്തീൻകുട്ടി ഹാജി. ഈ KMCCയുടെ പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ M ചെറിയാപ്പ് ഹാജി. ഈ KMCയുടെ പ്രവർത്തകന്മാരെ, വേദിയിൽ ഉപേക്ഷിതരായ നേതാക്കന്മാരെ, സദസ്സിൽ സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. ഈ KMCC എന്നുള്ളത് ഞാനൊക്കെ ഒരു പത്രവാർത്ത മുഖേന മാത്രം അറിഞ്ഞൊരു വാർത്തയാണ്. അതിൽ ഈ പത്രത്തിലൂടെ അറിയുന്ന വാർത്തയാണെങ്കിലും കൂട്ടി അതിൻ്റെ വലിയൊരു സംരംഭമാണ് അവർ ചെയ്തു കൂട്ടുന്നത്. ചെറിയ കാര്യമൊന്നുമല്ല. അത് പത്രം വായിക്കുന്ന ആൾക്കാർക്കും എല്ലാ പത്രത്തിലും കണ്ടോളൊന്നുമില്ല. ചില പത്രങ്ങൾ വഴിയൊക്കെ ഉണ്ടാവും. എന്നാലും അതൊരു വല്ലാത്തൊരു സംരംഭമാണ് ചെയ്തു കൂട്ടുന്നത്. ഇവിടെ പേങ്ങാട് പ്രദേശത്തും നമ്മളെ പ്രവാസി കുട്ടികൾ ഇങ്ങനെ സംരംഭം ഉണ്ടാക്കിയതിൽ, ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയതിൽ ആദ്യമായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്. ഇത് ഇവർ പൂർവ്വകാലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ഉയരത്തിലേക്ക് അള്ളാഹു തആല ഉയർത്തട്ടെ. ഈ സംഘടനയെ അള്ളാഹു തആല എന്നും കബൂലാക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയങ്കരനായ KC ഷാഹുൽ ഹമീദ് ക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ മുഹമ്മദ് ഹാജി സാഹിബ്, അതുപോലെ തന്നെ നമുക്കിവിടെ പഠന ക്ലാസ് എടുക്കാമെന്നേറ്റ് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട MP ചിവ മാസ്റ്റർ,
അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള നാട്ടിലെ കാരണവന്മാർ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഖൈറുന്നിസ, സത്യം പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുകയാണ്. അതോടൊപ്പം അസൂയയും തോന്നുകയാണ്. ഇത്തരമൊരു പരിപാടി, ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ നാട്ടിലെ KMCC പ്രവർത്തകർ ഈ സദസ്സ് കാണുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ അസൂയ എന്തിനാണെന്ന് ചോദിക്കും. അസൂയ, ഞാനും ഒരു പ്രവാസിയായിരുന്നു. 10-12 കൊല്ലക്കാലം ഗൾഫ് രാജ്യങ്ങൾ ജീവിച്ച് അന്നൊക്കെ ദുബായിലെ ധൈര്യയിലുള്ള KMCCയുടെ ഓഫീസിൽ പോയി നിത്യവും പത്രം വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അന്നൊക്കെ മലയാള പത്രങ്ങൾ അവിടെ കിട്ടാൻ ഒരുപാട് പ്രയാസമാണ്. KMCCയിൽ പോയാൽ ഒരുവിധം എല്ലാ പത്രങ്ങളും അവിടെ ഉണ്ടാവും. ആ പത്രവായനക്ക് അന്ന് എന്നും വൈകുന്നേരങ്ങളിൽ KMCC ഓഫീസിൽ പോയി ഇരുന്ന് പത്രം വായിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അന്നൊന്നും എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് തോന്നിയ ഒരു ബുദ്ധി നമുക്കാർക്കും തോന്നിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അന്നത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്ന് ആലോചിക്കുമ്പോൾ ഇവരോട് സത്യത്തിൽ അസൂയ തോന്നുകയാണ്. വളരെ അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് ഇവരുടെ കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്കറിയാം KMCC എന്താണ്. KMCC ഇപ്പോൾ ചെറിയാപ്പാജി പറഞ്ഞതുപോലെ KMCC നമ്മുടെ ഈ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത്, നമ്മുടെ ഈ രാജ്യത്ത് അവർ ചെയ്തു കൂട്ടുന്ന ജീവകാരുണ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ തുല്യതയില്ലാത്തതാണ്. പക്ഷെ അതിലൊന്നും ഭാഗഭാക്കാകാൻ അവർക്ക് അങ്ങനത്തെ ഞാൻ പറഞ്ഞു വന്നത് KMCCയുടെ നാനാവിധമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക മാത്രമായിരുന്നു ഇതുവരെ നമ്മുടെ പ്രദേശത്തുള്ള പ്രവാസികളുടെ ദൗത്യം. എന്നാൽ KMCCയുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക വഴി ഇനി അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവകാരുണ്യ മേഖലയിലേക്കുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പ്രദേശത്തേക്ക് നേരിട്ടെത്തുന്ന ഒരവസ്ഥ സംജാതമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സ്ത്രീകളൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 8 രാജ്യങ്ങൾ, ഏകദേശം 8 രാജ്യങ്ങളിൽ നിന്നുള്ള 110ഓളം സുഹൃത്തുക്കളാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ. അവർ നിരന്തരം ഇപ്പോൾ ആധുനിക കാലത്തെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ദിവസവും അവർ ബന്ധപ്പെടുന്നു, സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി പോലും ഈ 8 രാജ്യങ്ങളിൽ നിന്ന് അവർ വീക്ഷിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള അതിനൂതന സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഇത്രയും മഹത്തായ ഒരു സംരംഭം തുടങ്ങിവെച്ച ഈ സുഹൃത്തുക്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത്. നീട്ടിപ്പരത്തി പറയുകയല്ല. അവരുടെ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച നമ്മുടെ മുസ്താഖ്, നാസർ, അതുപോലെ തന്നെ ബാവ പോലത്തെ ആളുകളുടെ എല്ലാവർക്കും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ പച്ചപ്പടയുടെയും എല്ലാവിധ സഹകരണവും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ എങ്ങനെ വഴിതെറ്റിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ നല്ല വശങ്ങളെ ഉൾപ്പെടുത്തി അത് സമൂഹത്തിനും നാടിനും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള വളരെ സർഗാത്മകമായ ഈ കൂട്ടായ്മക്ക് അഭിനന്ദനം ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. ഇവിടെ കുടുംബ ബന്ധങ്ങളുമായി കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പാലിക്കേണ്ട മര്യാദകളും ബന്ധങ്ങളിൽ പുലർത്തേണ്ട രീതികളെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു പ്രഭാഷണ രീതി വളരെ അപൂർവമായിട്ടാണ് ഞാൻ നടത്താറുള്ളത്. കാരണം ഞാൻ എത്രയോ നിങ്ങളിൽ നിന്ന് ദൂരെയാണ്. നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. വർത്തമാനം പറയുമ്പോൾ മുഖത്ത് നോക്കി വർത്തമാനം പറഞ്ഞ് ശീലമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പറയാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണ് നമ്മൾ തമ്മിൽ ഇത്ര അകലം പാലിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്രയോ കിലോമീറ്റർ അകലത്തിലാണ് നിങ്ങളിരിക്കുന്നത്, ഓഡിയൻസ് ഇരിക്കുന്നത്. എത്രയോ ഉയരത്തിലാണ് പ്രഭാഷകൻ ഇരിക്കുന്നത്. ഇതൊരു ശരിയായ രീതിയല്ല. പിന്നെ ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണ്.
ഒരു മനഃശാസ്ത്രജ്ഞർക്ക് മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ദൂരെ നിന്ന് സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിൻ്റെ സംഘാടകരോട് എല്ലാവിധ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഈ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഈ പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. അബ്ദുറഹ്മാൻ മാഷയ്ക്കൊക്കെ അറിയാം എൻ്റെ രീതി ഇതല്ല, ഞാനിങ്ങനെ പ്രസംഗിച്ച് പരിചയവുമില്ല. ഏതായിരുന്നാലും ഞാൻ സദസ്സിലേക്ക് വന്ന് സദസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. പിന്നെ സ്ത്രീകളെ കാണാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സ്ത്രീകളെ കാണാം, അതിന് യാതൊരു തടസ്സമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആലപ്പുഴയിൽ ഒരു പരിപാടിക്ക് ഇങ്ങനെ പോയി. അവിടെ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരമുള്ള ഒരു ക്യാമ്പാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് സംസാരിക്കുവാനുള്ള അവസരം. രാവിലെ തിരുവനന്തപുരം പാളയം പള്ളി ഇമാം ക്ലാസ് എടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിന് സ്ത്രീകളെ കാണാൻ പാടില്ല. അപ്പോൾ ഇതുപോലെയൊന്നുമല്ല, ഇതുപോലെ വലിയ മറകൾ ഇട്ടിട്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് മറയുണ്ടായി സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് യാതൊരു നഷ്ടവുമില്ല, ഞാൻ തിരിച്ചു പോയിക്കോളാം. എനിക്ക് സംസാരിക്കണമെങ്കിൽ സ്ത്രീകളെന്നല്ല പുരുഷന്മാരെന്നല്ല മുഖം കാണണം. മുഖം നോക്കാതെ വർത്തമാനം പറയാൻ എനിക്ക് സാധ്യമല്ല. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ മുഖം കാണുന്നുണ്ട്, പക്ഷേ കുറച്ച് ദൂരെ ആയിപ്പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് അതിന് ഉത്തരം പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് നോക്കാം, എത്രത്തോളം എത്തുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. പിന്നെ എന്നോട് 2:30-ക്കാണ് ഷക്കീർ ബാബു പറഞ്ഞത്, 2:30-ക്കാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത്. പക്ഷേ 2:30 എന്ന് പറഞ്ഞാൽ പേങ്ങാട് നാട്ടിൽ 3 മണിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ 3 മണിക്ക് വന്നാൽ മതിയാറ്. ഞാൻ 2:55 ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തന്ന സമയം സംസാരിക്കാൻ തന്നത് 4:05. എപ്പോൾ നിർത്താൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. 4:15 നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തും. എന്നെ 3 മണിക്ക് ക്ഷണിച്ച് ആരും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു പൊതുപ്രവർത്തകനാണോ, എനിക്കറിയാം സംഘാടകരുടെ ബുദ്ധിമുട്ട്. ഇപ്പം നിർത്താൻ പറഞ്ഞാൽ ഇപ്പം നിർത്തും, അല്ലെ എപ്പോഴാണോ നിർത്താൻ പറയുന്നത് അപ്പം നിർത്തും. രാത്രി 12 മണി വരെ തുടരുകയാണെങ്കിൽ അങ്ങനെ തുടരാം, നാളെ വൈകുന്നേരം വരെ തുടരുകയാണെങ്കിൽ അങ്ങനെ തുടരാം. അതിനുള്ള കോപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതല്ല ഇപ്പം നിർത്താനാണെങ്കിൽ അപ്പം ഈ നിർത്താം. നിങ്ങൾ പറയും പോലെ ഞാൻ നിർത്തും. ബഹുമാന്യനായ അധ്യക്ഷൻ്റെ എപ്പോൾ നിർത്താനുള്ള കാർഡ് കിട്ടുന്നുവോ സിഗ്നൽ കിട്ടുന്നുവോ അപ്പം ഞാൻ നിർത്തും. ഓക്കെ, റൈറ്റ്. ഇവിടെ പിന്നെ ഞാൻ ഒരു പരിശീലകനാണ്. അതുകൊണ്ട് തന്നെ പരിശീലനത്തിൻ്റെ രീതി ഇതല്ല, മനഃശക്തി പരിശീലകനാണ്. മനസ്സിനെ പരിശീലിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ മമ്മുണ്ണിയാജി പറഞ്ഞു ഒരാളുടെ ഹൃദയം ട്രാൻസ്പാരൻ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. മനസ്സ് മാറ്റാൻ പരിശീലനം കൊടുക്കുന്ന ആളാണെന്ന്. നിങ്ങൾക്ക് മുൻ രാഷ്ട്രപതി APJ കലാം ആവണോ എങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതാകാൻ പറ്റും. നേരത്തെ MLA പറഞ്ഞല്ലോ, ഒരാളുടെ ജീവനുള്ള ഒരാളുടെ സജീവമായ ഹൃദയം ഹൃദ്രോഗമുള്ള ഒരു വ്യക്തിയിലേക്ക് സ്ഥാപിച്ചെടുത്തപ്പോൾ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നല്ല മനുഷ്യരുടെ മനസ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് മാറ്റിയെടുത്താൽ നിങ്ങളും നല്ലവരാകും. അപ്പോൾ അതുകൊണ്ട് മനസ്സ് മാറ്റുന്ന ഒരു പരിശീലകനാണ് ഞാൻ. പിന്നെ അതുപോലെ മനഃശാസ്ത്രജ്ഞനാണ്, ഫാമിലി കൗൺസിലറാണ്, പരിശീലകനാണ്, അധ്യാപകനാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുകയാണ്. ഏതെങ്കിലും പുസ്തകം വായിച്ചോ ഒന്നല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുകയാണ്. ചില കൗൺസിലിങ്ങിന് വന്ന ചില കേസുകൾ, കുടുംബ കൗൺസിലർ നിലക്ക് കുടുംബത്തിൽ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്ന ഒരാൾ നിലക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഇവിടെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഘർഷങ്ങളും അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കുടുംബം എന്നുള്ളത്. അത് പ്രവാസി കുടുംബമായാലും അതുപോലെ ഈ നാട്ടിലെ കുടുംബമായിരുന്നാലും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും തന്നെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ കുടുംബ പ്രശ്നങ്ങൾ ഒത്തിരി സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യ പുരോഗതിയിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് കുടുംബം എന്നുള്ളത്. ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സംവിധാനമാണ് കുടുംബം എന്നുള്ളത്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ വളർച്ച സമൂഹത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നു. കുടുംബത്തിൻ്റെ തകർച്ച സമൂഹത്തിൻ്റെ തകർച്ചയെ സ്വാധീനിക്കുന്നു. സമൂഹത്തിൻ്റെ തകർച്ച രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് സമാധാനം വേണമെങ്കിൽ ആ രാജ്യത്ത് സമൂഹം സമാധാനത്തിലായിരിക്കണം എന്നതാണ്. സമൂഹത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആ പ്രദേശത്തെ കുടുംബത്തിൽ സമാധാനം വേണമെന്നുള്ളതാണ്. കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ ആ കുടുംബത്തിലെ മുഖ്യ അംഗങ്ങളായ മാതാപിതാക്കളും സന്താനങ്ങളും ഭാര്യയും ഭർത്താവും സമാധാനപൂർവ്വം കഴിയണമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. നമ്മുടെ നാട്ടിലൊക്കെ കൂടുമ്പോൾ ആനന്ദമല്ല ഉണ്ടാകുന്നത്, സംഘർഷമാണ്. ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഒത്തിരി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കുടുംബത്തിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ഒത്തിരി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
തലവേദന, അതുപോലെ നെക്ക് പെയിൻ, ഡിസ്ക് പെയിൻ, മുട്ടുകാൽ വേദന, വയറുവേദന, ഒത്തിരി അസുഖങ്ങൾ, ക്യാൻസർ, ഹൃദ്രോഗം, ഒത്തിരി അസുഖങ്ങൾ ഈ കുടുംബത്തിലുണ്ടാകുന്ന സംഘർഷങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നതെന്ന് കണക്കുകളും പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു പ്രഭാഷണത്തിലൂടെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, എന്നോട് ചോദിക്കാവുന്നതാണ്. എന്നെ നന്നായി ഉപയോഗപ്പെടുത്താം. ഞാൻ ഇവിടുന്ന് പോകുന്നതിനിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സദസ്സ് തന്നെ ചോദിച്ചോളുന്നില്ല, പുറത്തുനിന്നും ചോദിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്നു കൊണ്ട് നമ്മൾ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കുക. വീട്ടിൽ പരസ്പരം മുഖാമുഖം ഇരുന്ന് കുങ്കുമപ്പൂവും നുണഞ്ഞ് ചന്ദനമഴയും കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഒത്തിരി സംഘർഷത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇഷ്ടമെന്ന സിനിമയും കണ്ട് വേഷം മാറി ക്ലാസ്മേറ്റിനോടൊപ്പം ചോക്ലേറ്റും തിന്ന് ക്യാമ്പസിന് പുറത്ത് ഓട്ടോഗ്രാഫും എഴുതി വെറും കാഴ്ചക്കാരനായി രാപ്പകൽ ഭേദമന്യേ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നെന്ന ശബ്ദം കേട്ട ഭാഗത്തു നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന പാസഞ്ചർ വണ്ടിയിൽ ചാടിക്കയറി വെൽക്കം ടു കൊടൈക്കനാലിൽ പോയി ബോഡി ഗാർഡുമൊത്ത് ചുറ്റിക്കറങ്ങി നടന്ന് വെറുതെ ഒരു ഭാര്യയായി അച്ഛനുറങ്ങാത്ത വീട്ടിലേക്ക് കയറി ചെന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി വെന്തുമരിക്കുന്ന ദുരന്തപൂർവമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മുടെ കൗമാരക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും കടന്നു പോകുന്നത്. ധാരാളം ഇതുപോലുള്ള സംഘർഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് എന്തൊക്കെയാണ് പരിഹാരമാർഗ്ഗങ്ങൾ? കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനമായ തൊഴിൽ അല്ലെങ്കിൽ പ്രധാനമായ ധർമ്മം രണ്ട് രീതിയാണ്. രണ്ടും ഇവിടെ പറയാൻ എനിക്ക് സമയമില്ല. ഒരു കുടുംബത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. കുഞ്ഞുങ്ങളുടെ വളർച്ച ഉണ്ടായി വരുന്നത് കുടുംബത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തിലാണ്. ചൈൽഡ് കെയർ സെൻ്ററുകളും അതുപോലെ നേരത്തെ MLA പറഞ്ഞതുപോലെ വൃദ്ധസദനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ വളർന്നു വരേണ്ടത്. മാതാപിതാക്കളുടെ തണലിൽ നിന്നാണ് കുട്ടികൾ വളർന്നു വരേണ്ടത്. മാതാപിതാക്കളാണ് നന്നാവേണ്ടത്. എന്നോട് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും വേണ്ടിയില്ല, ഈ കുട്ടികൾ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. മാതാപിതാക്കളാണ് നന്നാവേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾക്കൊരു ധാരണയുണ്ട്, കുട്ടികളാണ് നന്നാവേണ്ടത്. ഞാൻ പറയുന്നു, കുട്ടികൾക്കല്ല പ്രോബ്ലം, മാതാപിതാക്കൾക്കാണ് പ്രോബ്ലം. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു അനുഭവം പറയാം. ഒരു ദിവസം രാവിലെ ഒരു സ്ത്രീ എന്നെ വിളിക്കുക, ഒരു പ്രവാസി കുടുംബത്തിൽപ്പെട്ട സ്ത്രീ. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. 4 മക്കളാണുള്ളത്, 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. ഒന്നാമത്തേത് മൂത്ത മകളാണ്. മകളുടെ ഒരു പ്രോബ്ലം പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വിളിക്കുന്നത്, ഈ സ്ത്രീ വിളിക്കുന്നത്. സാറേ, എൻ്റെ മകൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവൾ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അനുസരണക്കേടാണ്, പഠിക്കാൻ ഒരു താല്പര്യവുമില്ല, ഗുരുത്തക്കേടാണ്. എങ്ങനെ അവൾ എൻ്റെ വയറ്റിൽ പിറന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി 3ഉം കുഴപ്പമില്ല. അതുകൊണ്ട് ഇവളെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യണം. ഫോണിലൂടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടിക്കല്ല പ്രശ്നമുള്ളത്, പ്രശ്നം ഈ സ്ത്രീക്കാണുള്ളത്. അവർ വരാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് ഡേറ്റ് കൊടുത്തു, സമയം കൊടുത്തു. വന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകളുടെ ഒരു ഗുണം പറയാമോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അവൾക്കൊരു ഗുണവുമില്ല. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം, അവൾക്കൊരു ഗുണവുമില്ല. ഞാൻ പറഞ്ഞു, ഒരു ഗുണവുമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. അതെ സാറേ, അവൾക്കൊരു ഗുണവുമില്ല. മനുഷ്യന്മാരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൾക്കൊരു ഗുണവുമില്ല, അവൾ ഒന്നിനും കൊള്ളത്തില്ല. അവരുടെ ഒരു നന്മ പറയാൻ പറ്റുമോ? ഒരു നന്മയും ഇല്ലേ? ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയുക. ഞാൻ ചോദിച്ചു, എല്ലാ ജോലിയും നിങ്ങളാണോ വീട്ടിൽ